ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആഡ്ഗിലൻ കാസിൽ പോയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നീട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ പ്ലാന്റ്സൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. എന്നാൽ ക്യാൻറ്റീൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് ഇതാട്ടോ, ഭയങ്കര രസമായിരുന്നു, ഒന്നും പറയാനില്ല. അതിൻ്റെ പുറകിലേക്ക് ഫുള്ളൊരു കടൽ, അങ്ങനെ കടൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുന്തിരീൻ്റെ ചെടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാൻറ്റീനിൽ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാലും നമുക്കിവിടെ ഫ്രീ എൻട്രിയാണ്. വല്ലപ്പോഴും ഒക്കെ നമുക്കൊന്ന് പോയിട്ട് പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഏറ്റവും സുഖമാണ് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറച്ച് നടക്കാനുണ്ട്. അതുപോലെ ഈ പാർക്കൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ, പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പാർക്കിൽ പോയ വീഡിയോസൊക്കെ ഇതിന് പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പൂക്കളും അതുപോലെ തന്നെ ഈ കാടും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര രസമാണ്, കണ്ടിരിക്കാം. അതുപോലെ പുതിയ പുതിയ എന്താ പറയുക, അപ്പം പിന്നെ ഗ്രേപ്സിൻ്റെ ഒക്കെ ചെടിയാണിത്. അപ്പം അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് വന്നിരിക്കാം. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുണ്ട്. നടക്കാൻ ഇഷ്ടം വേണം കേട്ടോ, കാരണം ഒരുപാട് നടക്കാനുണ്ട്, ഇത് കുറേ ചുറ്റി കാണാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം ആപ്പിള്, അതുപോലെ 2-3-4 ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കണ്ടു. പിന്നെ കുറേ ചെടികൾ, വെറൈറ്റി ചെടികൾ. ഇവിടുന്ന് നമുക്ക് പൂ പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഇങ്ങനെ കാണാമെന്ന് മാത്രം കാണാം, പിന്നെ ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ടൊരു ആമ്പൽക്കുളമൊക്കെ വരുന്നുണ്ട്, അതിൽ കുറേ മീനുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ അയർലൻഡിൽ എവിടെ തൊട്ടാലും പൈസയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയിട്ടുള്ള, ഞാൻ കണ്ടതിൽ വെച്ച് ഒരു സ്ഥലം ഇതാണ്. ഇതുവരെ ഇവിടെ പോയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ, അത്രയ്ക്ക് രസമാണ്. പിന്നെ സമ്മറിൻ്റെ സമയത്ത് പോയിട്ടേ കാര്യമുള്ളൂ. ഇതുപോലെ ഈ പൂക്കളൊക്കെ എന്താ പറയുക, ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഈ ഒരു സമയത്തേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന, അതായത് ആ എൻട്രൻസിൻ്റെ അവിടെയുള്ള ഒരു ടോയ്ലറ്റുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക മാക്സിമം, കാരണം അത് ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പം ആ പാർക്കിൻ്റെ ഭാഗത്തായിട്ട് നല്ല ബാത്റൂമുകളും ടോയ്ലറ്റുകളുണ്ട്. അപ്പം നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കാൻ നോക്കുക. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പം ആ ഒരു ടോയ്ലറ്റ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരെണ്ണേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും, കാർ പാർക്കിങ്ങിൻ്റെ അവിടെ. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളി വലിയ നല്ല ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ അവിടെ കാണാം, മരം കയറി നടക്കുന്ന ആൾക്കാരെ കാണാം. അതുകൊണ്ട് ഇതുവരെ പോവാത്തവർ എന്തായാലും